ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്ന ദൈവം. അപ്പോ മരിച്ചുപോയി ശ്വാസം നിന്ന് പോയ ഒരു അനുഭവത്തിൽ അതിനെ ജീവിപ്പിക്കാൻ കഴിവുള്ള അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ പവർ എന്ന് ആലോചിച്ചു. ജീവിപ്പിക്കാൻ കഴിവുള്ള അബ്രഹാമിനോട് ദൈവത്തിന്റെ ദൂതൻ ഈ വാഗ്ദത്തം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ വയസ്സ് എത്രയായിരുന്നു? അബ്രഹാമിന്റെ വയസ്സ് അബ്രഹാമിന് സന്തതി ലഭിക്കുമ്പോഴോ? സാറയുടെയോ? 90. അവിടെ ഇരിക്കുന്നോണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് 100ാമത്തെ വയസ്സിൽ കുഞ്ഞിനെ ലഭിക്കാന്ന് വെച്ചാല് 100ാമത്തെ വയസ്സിൽ ഭാര്യക്ക് 90ാമത്തെ വയസ്സ്. ഇപ്പൊ 90 വയസ്സുള്ള ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ടോ? അവർ എനിക്ക് നടക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഒരു കുഞ്ഞിനെ നോക്കി വളർത്തി വലുതാക്കി ആ ഒരു വിവാഹപ്രായ കാണുന്നവരെ കൊണ്ടുപോകാൻ ഉറപ്പുണ്ടാവും? കുഞ്ഞുണ്ടാവുള്ളൂ. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുന്ന ഒരു ദൈവം. നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയേ, നമുക്ക് ഈ വിശ്വാസം ഒന്ന് വർദ്ധിച്ചു വരട്ടെ. കർത്താവേ സ്തോത്രം, സ്തോത്രം. നമ്മുടെ കൃപാവരത്തെ ഒന്ന് ജ്വലിപ്പിച്ചാൽ മതി, നമ്മുടെ വിശ്വാസം വർദ്ധിച്ചോളൂ. ഈ കൃപാവരത്തെ ജ്വലിപ്പിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. കർത്താവേ സ്തോത്രം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടല്ലേ ഇരിക്കുന്നത്. ഈ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് ദുഷ്ടചിന്തകൾ കടന്നു വരുമോ? കടന്നു വരികയില്ല. പ്രാർത്ഥിക്കാതെ സ്തോത്രം ചെയ്യാതെ ഇരിക്കുന്നവർക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു പോകും. കാരണം പ്രതിയോഗിയായ പിശാച് അവന്റെ ബലഹീനത മനസ്സിലാക്കി അനാവശ്യമുള്ളത് ചിന്തിക്കാൻ തലയിലേക്ക് കൊടുക്കും. അപ്പോൾ അവൻ എന്ത് ചെയ്യും? 2 നില വീട് പണിയുന്നതും ആ നിലയുടെ മുകളിൽ സ്വിമ്മിംഗ് പൂൾ പണിയുന്നതും അതിൽ കുളിക്കുന്നതും നിത്യജീവനൊക്കെ വിട്ടുപോയി. പിന്നെ അവന്റെ ചിന്ത എന്തായി? ഈ കാഴ്ചപ്പാടിലേക്ക് ആയി. സ്തോത്രം. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഹല്ലേലൂയ ആമേൻ നമുക്കൊരു ഉറപ്പുണ്ടായിരിക്കണം. അബ്രഹാമിനെ പോലെ ഒരു വിശ്വാസം എനിക്ക് വേണം. ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഉറച്ചു നിൽക്കും. ഒരു ദുഷ്ടനും എന്നെ തകർത്ത് കളയുവാൻ ആമേൻ കഴിയുകയില്ല എന്നൊരു ഉറപ്പ്. അങ്ങനെ ഹല്ലേലൂയ ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ദൈവത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. സ്തോത്രം, 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 സ്തോത്രം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ ഇവിടെ വചനം പറയുന്നത് എന്താ? മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുകയും ചെയ്യുന്നവരായിട്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം നടത്തി തരും. നമുക്ക് പ്രതികൂലമായി ഇനി നടക്കുമോ, എന്തായി തീരുമെന്ന് ചിന്തിക്കുന്ന ഓരോ സാഹചര്യങ്ങളിലും ദൈവത്തിന്റെ അത്ഭുതകരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ആശയ്ക്ക് ഒരു വകയില്ലാത്തൊരു സാഹചര്യം അല്ലേ? ഇനി എന്ത് സംഭവിക്കും? തൊട്ട് 4ാമത്തെ അധ്യായത്തിൽ തന്നെ തൊട്ട് താഴെ പറയുന്നത് എന്താ? ഹല്ലേലൂയ അവൻ ഏകദേശം ആശയ്ക്ക് വിരോധമായി ആശയോട് വിശ്വസിച്ചുണ്ടാക്കി. നിന്റെ സന്തതി ഇവണ്ണമാകുമെന്ന് അരുളിച്ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകും എന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ഹല്ലേലൂയ. അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ ആഴം നോക്കി. ആശയ്ക്ക് വിരോധമായി. അതൊരു അങ്ങനെ ഒന്ന് ആശിക്കാൻ എനിക്ക് സാധിക്കില്ല. അത് അങ്ങനെ ചെയ്യുന്നത് എന്റെ ഒരു അഹങ്കാരമാണ്, അല്ലെങ്കിൽ ഒരു ദൈവത്തിന് വിരോധമായ ഒരു പ്രവൃത്തിയാണെന്നൊക്കെ ഒരു ബോധ്യം. ഹല്ലേലൂയ. എന്നാല് അതുമേൽ ഹല്ലേലൂയ അബ്രഹാം എന്താ ചെയ്തത്? അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ദൈവത്തെ വിശ്വസിക്കുമ്പോഴുണ്ടല്ലോ ഹല്ലേലൂയ നമുക്ക് മറ്റുള്ള ആ തടസ്സങ്ങള് ഇനി എന്തായി തീരും, ഇനി അതിന് മേലുള്ള പ്രതികൂലങ്ങള് നമുക്കൊക്കെ എന്തോരം ആരോഗ്യം ഉണ്ട് ഹല്ലേലൂയ, ഇനി നമ്മളൊക്കെ എന്തോരം പണിയെടുത്ത് എന്തുമാത്രം സേവ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഒന്ന് ചിന്തിച്ച് ഇത് എങ്ങനെ സാധിക്കും അല്ലെ? ഇനി ഞാനിത് എങ്ങനെ, ഇനിയിപ്പോ ഈ ഇങ്ങനെ ഉള്ളതുപോലെ പോയാൽ മതി എന്ന് ചിന്തിച്ച് പോകുന്ന ഒരു പോക്കല്ല അബ്രഹാമിന്റെ ഉണ്ടായത്. അവൻ ആശിക്കാൻ വകയില്ലായിരുന്നു മനസ്സിലായിട്ടും ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. സ്തോത്രം, സ്തോത്രം. നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചില കാര്യത്തോട് ബന്ധത്തില് കുഞ്ഞുങ്ങൾ ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുമടക്കി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചപ്പോൾ അതിനെ ദൈവം പ്രവർത്തിച്ചില്ലേ? ഹല്ലേലൂയ. ചിലരൊക്കെ ഇനി അത് എപ്പോഴെങ്കിലും നടക്കട്ടെ എന്ന് പറഞ്ഞു ചിലരങ്ങനെ വിട്ടുകളഞ്ഞ പ്രാർത്ഥന തന്നെ വിട്ടുകളഞ്ഞു. പക്ഷേ അതുമേ എല്ലാം ദൈവം പ്രവർത്തിച്ചു. സ്തോത്രം. എന്റെ പൊന്നു ദൈവമക്കളെ, ഇതൊക്കെ വായിക്കുമ്പോഴുണ്ടല്ലോ നമ്മളങ്ങ്, എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് സൗദി അറേബ്യ ദേശത്ത്
നാട്ടിൽ കൊച്ചിയിലെത്തുന്ന എനിക്ക് ഒരു ഉറപ്പില്ലായിരുന്നു. പക്ഷേ എന്റെ ആശയ്ക്ക് വിരോധമായി ഞാൻ ആശയോടെ വിശ്വസിച്ചു. വിളിച്ചതേവം വിശ്വസിച്ച. ഞാൻ എപ്പോഴും പറയും എന്റെ കഴിവുകൊണ്ടല്ല, എന്റെ കഴിവുകൊണ്ടല്ല, എന്റെ കഴിവുകൊണ്ടല്ല അവരുടെ ഇടയിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടത്. ഹല്ലേലൂയ. ഒന്ന്, മരിച്ചുപോയ എന്റെ അപ്പന്റെ പ്രാർത്ഥന സ്വർഗത്തിൽ എത്തിയിട്ടുണ്ട്. എനിക്ക് വേണ്ടി ആദ്യമേ എന്നെ കുറിച്ച് ഒരു കാഴ്ചപ്പാട് അപ്പച്ചൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്റെ ജീവിച്ചിരിക്കുന്ന മാതാവിന്റെ പ്രാർത്ഥന എത്തിയിട്ടുണ്ട്. എന്റെ സഭയിലെ വിശ്വാസികൾ എല്ലാവരും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രാർത്ഥനയുടെ പരിണിത ഫലമാണ് ഞാൻ നാട്ടിൽ എത്തിച്ചത്. ആമേൻ. ഹല്ലേലൂയ. നാട്ടിൽ വന്നപ്പോ 35,000 രൂപ കയ്യിലുണ്ടായതോടെ ഞാന് ഹല്ലേലൂയ ആ വീടിന്റെ പണി പൂർത്തീകരിച്ചു. ഇതെങ്ങനെ ഞാൻ കാരിപ്പന്റെ വീട് എല്ലാവരും നോക്കുമ്പോൾ ചെറിയ വീട് കൊടുക്കും. പക്ഷെ ആ വീട് പണിയാൻ വേണ്ടി ഞാൻ ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുണ്ട്. അന്ന് ലോണൊന്നും എടുത്തിട്ടില്ല, ഒറ്റയ്ക്ക് നിന്ന് ഒരു ജോലികളൊക്കെ ചെയ്ത് തന്നെ നമ്മൾ അന്ന് പിന്നെ ഒരു ഗുണം ഉണ്ടായത് എന്റെ വീടോടെ കഴിഞ്ഞ് സമർപ്പണം കഴിയുമ്പോൾ GST അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നത് അത് വരെ അങ്ങനെ ഇല്ലായിരുന്നു. 900 രൂപ ബേസിന്റെ പണിക്കാശൊക്കെ ഉണ്ടായിരുന്നു. അന്ന് അതൊക്കെ ചെയ്യാൻ സാധിച്ചു. അന്ന് ഞാനത് ആ കാര്യത്തോടെ എന്നോട് അമ്മച്ചി പറഞ്ഞത് ഒരു റൂമും കിച്ചണും ഹാള് തേച്ച് പെട്ടെന്ന് പറയും, ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ ചെന്നത് ചെയ്യും. പക്ഷെ പണി തുടങ്ങിയിട്ടുണ്ടല്ലോ, ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു പണി പൂർത്തീകരിക്കാൻ ദൈവം ശക്തനാണ്. പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന LIC എല്ലാം ക്യാൻസലാക്കി അങ്ങനെ പെട്ടെന്ന് കുറെ പൈസ ഒക്കെ സംഘടിപ്പിച്ച് വീടിന്റെ പണിയൊക്കെ പൂർത്തീകരിക്കാൻ സാധിച്ചു. സ്തോത്രം. ആമേൻ. ദൈവം വിശ്വസ്തനാണ്. നമ്മുടെ എന്തിനാ പേടിക്കുന്നത്? ഞാൻ ഇതിനെല്ലാം കഴിഞ്ഞ റോഡിൽ ഇറങ്ങി ലൈറ്റ് ഇട്ടിട്ട് നോക്കി നിന്നു. കർത്താവേ ഇതെങ്ങനെ സാധിച്ചു? ആമേൻ. ഹല്ലേലൂയ. ഏത് കാര്യമായിക്കൊള്ളട്ടെ, നമ്മളിപ്പോ ഞങ്ങൾ ഇവിടെ സഭാചാർജ് എടുത്ത് കടന്നു വന്ന സമയത്ത് ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വാഹനം ഇപ്പോഴൊന്നും മേടിക്കൂലെന്ന് ചിന്തിച്ച സംഭവമാണ് കാറ്. ആ ബൈക്കുമ്പോ തന്നെ പോകേണ്ട വരും. പിള്ളേര് വലുതായി, പിള്ളേർക്ക് മറ്റൊരു ചർച്ചയിൽ വിടാൻ ഞങ്ങൾ രണ്ടുപേരും ബൈക്കുമ്പോൾ തന്നെ ബൈക്ക് ആണെന്ന് സൗദി ചർച്ചയിൽ നിന്ന് എനിക്ക് മേടിച്ചെന്ന ബൈക്കാണ്. അപ്പൊ എല്ലാവരും കൂടെ പോക്ക് നടക്കൂല. പക്ഷെ ആശയ്ക്ക് വിരോധമായി ആശയോടെ അനിയൻ പറഞ്ഞു എന്ത് വന്നാലും കുഴപ്പമില്ല, കാറുണ്ടോക്കോ, കാറല്ലേ കിടക്കണേന്ന് പറഞ്ഞു. ആ കാറ് ഞാൻ ആ ഗിയർ ബോക്സ് ഒക്കെ ഇട്ട് ഗിയറൊക്കെ ഇട്ട് ഒക്കെ അതിനെ ഒരു വണ്ടി 10,000 രൂപ ചെലവാക്കി ഞാൻ വണ്ടി തിരിച്ചു കൊടുത്തു പോകും. ഞാൻ അതിനുശേഷം പുതിയ കാറിൽ ഞാൻ വണ്ടി ഓടിക്കാൻ പഠിച്ചു. പഠിച്ചു എന്നല്ല പറഞ്ഞത്. ഞാൻ ഒരു കാർ എടുക്കണം ചിന്തിക്കാത്ത വ്യക്തിയാണ്. എന്നെ നടക്കൂല. ഞാൻ അതുകൊണ്ട് ലൈസൻസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല, 2 വീലർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ഞാൻ പിന്നെ 4 വീലർ പോയി എടുക്കായിരുന്നു. ഇവന്റെ വേജോന്റെ ഒരു നിർബന്ധം കൊണ്ട്. ഹല്ലേലൂയ. അവിടെ ദൈവം ഒരു കാര്യത്തിന് വഴിയൊരുക്കിയുണ്ട് എന്നതുപോലെ സൗമ്യ രാജിയിലേക്കോ സൗമ്യ ഇപ്പൊ ചോദിച്ചു നോക്കിക്കോ, അവൾക്ക് ഒരിക്കലും അവിടെ വിചാരിച്ചിട്ടുണ്ടാവില്ല അവൾക്ക് ജോലി കിട്ടും. പക്ഷെ അതിന്റെ സാഹചര്യങ്ങളെല്ലാം അവൾ പറയും. ഇത് ലൈവായിട്ട് പോണത് കൊണ്ട് ഇനി ഇത് രാജീവിലൂടെ കേട്ടിട്ട് അതിന് സാധിച്ചവൾ പറയും. പക്ഷെ അവിടെ ആ എക്സാം ഒക്കെ പാസ്സായി, അച്ഛൻ നടത്തിയ ഇന്റർവ്യൂലൊക്കെ ഭംഗിയായി അറ്റൻഡ് ചെയ്ത് അതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് ഈ മാറിയത്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നു എങ്ങനെയല്ലേ കുറെ കുട്ടികളൊക്കെ വളരെ കഷ്ടപ്പെട്ട് നിൽക്കുമ്പോൾ ദൈവം ഒരു വഴി ഒരുക്കിയത്. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മുടെ വിഷയത്തിലേക്ക് കടന്നു വരട്ടെ. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ അബ്രഹാമിനുണ്ടായ അതേ വിശ്വാസം ജിനോ നമുക്കുണ്ടാകണം. ഹല്ലേലൂയ. ഇതേസമയം നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ കടന്നു വരുന്നില്ല, ഭാരങ്ങൾ കടന്നു വരുന്നില്ല എന്നല്ല, പക്ഷെ അതിൽ നടുവിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. ആമേൻ. എന്തെങ്കിലും ഒരു പ്രശ്നം കേൾക്കുമ്പോൾ ഹല്ലേലൂയ എന്റെ അമ്മോ എന്ന് പറഞ്ഞ് നിലവിളിക്കല്ല ചെയ്യേണ്ടത്. കർത്താവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിശാചിനെ ലജ്ജിക്കണം. നമ്മുടെ വായിൽ നിന്ന് കടന്നു വരുന്ന ചില നെഗറ്റീവ് വാക്കുകൾ പിടിച്ച് പിശാച് നമ്മെ തളർത്തി കളയാതെ അതുമേൽ ജയമെടുക്കണം. ഇവനെ എങ്ങനെ ഉപദ്രവിച്ചാലും ഏതെല്ലാം പ്രശ്നങ്ങൾ നമ്മുടെ കുട്ടിയുള്ളതാകിയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാരയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്തെ ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. അബ്രഹാമിന്റെ ജീവിതത്തിൽ നോക്കിയേ, 100 വയസ്സുള്ളവന് പുത്രനുണ്ടാകുമോ? വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. സാരയുടെ ഗർഭപാത്രം നിർജീവമായതും അതിലും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. ഇന്ന് നമ്മൾ ആയിരിക്കുന്ന മേഖല, സാഹചര്യം, ഭാരങ്ങൾ, ദാരിദ്ര്യം, ബുദ്ധിമുട്ടുകൾ, ഇല്ലായ്മ, അതിന്റെ നടുവിലെല്ലാം പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഒന്നിനൊരു കുറവുകൂടാതെ
കാരണം എന്താണെന്ന് അറിയുമോ? ഇസ്ഹാക്കിന്റെ ഒരു അനുഭവത്തിലേക്കാണ് നമ്മൾ മാറിയത്. ഹല്ലേലൂയ. ഇസ്ഹാക്കിന്റെ ഒരു അനുഭവത്തിൽ അല്ലേ, മരിച്ചവനെ പോലെ ആയി. ഹല്ലേലൂയ. നമ്മൾ എന്ത് ചെയ്തു? കുഴിച്ചിടക്കപ്പെട്ടു. ഇസ്ഹാക്ക് എന്ത് ചെയ്തു? ഇസ്ഹാക്ക് മരിച്ചവനെ അവനെ അർപ്പിച്ചു, മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. ആ ഒരു അനുഭവത്തിലേക്ക് ഇസ്ഹാക്ക് മാറി. നമ്മളും അപ്രകാരം ഒരു അനുഭവത്തിൽ വന്ന അബ്രഹാമിൽ ജനിക്കുന്നവരെ എല്ലാവരും എന്തല്ല ആ വാക്യം, അബ്രഹാമിൽ ജനിക്കുന്നവരെ എല്ലാവരും വാഗ്ദത്ത സന്തതിയല്ല, ഇസ്ഹാക്കിൽ നിന്ന് ജനിക്കണം. കാരണം ഒരു ആ വാക്യം വായിച്ച ഗലാത്യലേഖനല്ലേ, ഗലാത്യലേഖനം 4 ദാസിയുടെ മകൻ ജഡപ്രകാരവും സ്വതന്ത്രയുടെ മകനോ വാഗ്ദത്താലും ജനിച്ചിരുന്നു. ഇത് സാദൃശ്യമാവുന്നു. നോക്ക്, ഇവിടെ പറയുന്നത് ദാസിയുടെ മകൻ ജഡപ്രകാരവും സ്വതന്ത്രയുടെ മകനോ വാഗ്ദത്താലും ജനിച്ചിരിക്കുന്നു. ഇനി അതിന്റെ 28 വായിച്ചേ, എന്നാൽ അത് പൂർത്തിയാകും. നാമോ സഹോദരന്മാരെ ഇസ്ഹാക്കിനെ പോലെ വാഗ്ദത്താൽ ജനിച്ച മക്കളാകുന്നു. എന്നാൽ അന്ന് ജഡപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ചതുപോലെ ഇന്നും കാണുന്നു. ആമേൻ. ഇവിടെ സംഭവം എന്താ? അബ്രഹാമിൽ നിന്ന് തന്നെയാണ് ദാസിയുടെ മകൻ ഉണ്ടായത്. അബ്രഹാമിൽ നിന്ന് സാറയ്ക്ക് എന്ത് ചെയ്തു? വാഗ്ദത്ത സന്തതി ജനിച്ചു. ഇവിടെ വരുന്ന ദാസിയുടെ മകൻ ജഡപ്രകാരം, സ്വതന്ത്രയുടെ മകനോ വാഗ്ദത്താലും ജനിച്ചിരിക്കുന്നു. നമ്മെ കുറിച്ചുള്ള ഒരു വാഗ്ദത്തം എന്താണെന്നറിയോ? അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ കണ്ട വലിയവനായ ഒരു ദൈവം. ഹല്ലേലൂയ. നമ്മുടെ ജനനം വരെ ദൈവം മുന്നമേ അറിഞ്ഞാണ്. ആ നമ്മെ പേർ ചൊല്ലി ദൈവം വിളിച്ചു. ഈ ഭൂമിയിൽ എത്രമാത്രം മനുഷ്യരുണ്ട്, എന്തുമാത്രം മനുഷ്യരുണ്ട് അല്ലെ? അവർക്ക് ലഭിച്ചോ? ഇപ്പോഴും സത്യവേദപുസ്തകം കയ്യിൽ വെച്ചിട്ടും ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് തിരിച്ചറിയാൻ കഴിയാതെ ജഡപ്രകാരം ജീവിക്കുന്ന എന്തുമാത്രം മനുഷ്യരുണ്ട്. നമ്മൾ അങ്ങനെയാണോ? നമ്മൾ വാഗ്ദത്ത പ്രകാരം ദൈവം മുന്നമേ കണ്ടു എന്ന് ഉറച്ചു വിശ്വസിക്കുക. ഇനി ആ ഒരു അനുഭവത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നത് എന്താ? കർത്താവായ യേശുക്രിസ്തുവിന്റെ പൈതലായി ഞാനും നിങ്ങളും മാറിയപ്പോൾ എന്നിലേക്ക് ആ ദൈവസ്നേഹം കടന്നു വന്നു. ഞാൻ എന്റെ പഴയ മനുഷ്യനെ ഉപേക്ഷിച്ചു, പുതിയ മനുഷ്യനെ ധരിച്ചു. തൽഫലമായി ഇസ്ഹാക്കിൽ നിന്ന് ജനിക്കുന്ന ഒരു അനുഭവം എന്നിലേക്ക് പ്രവേശിച്ചു. അല്ലേ? കർത്താവായ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരാൻ സാധിക്കും. ദൈവമക്കളായി തീർന്ന മനുഷ്യർ ചെയ്യേണ്ടത് ഇനി ജഡമായി യാതൊരു ബന്ധമില്ല. അതുകൊണ്ട് പഴയ മനുഷ്യനെ ക്രൂശിച്ചു. ആ വെള്ളത്തിൽ നിന്ന് ഉയർത്തെഴുമ്പോൾ പുതുമനുഷ്യൻ ധരിച്ചു. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതുപോലെ. സ്തോത്രം. ആമേൻ. അങ്ങനെ ഇരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ദൈവമക്കൾ തിരിച്ചറിയണം. നാമോ സഹോദരന്മാരെ ഇസ്ഹാക്കിനെ പോലെ വാഗ്ദത്തത്താൽ ജനിച്ചതാണ്. പിന്നെന്താ? എന്നാൽ അന്ന് ജഡപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ചതുപോലെ ഇന്നും കാണുന്നു. അന്ന് ഉപദ്രവിച്ചില്ലേ? ജഡപ്രകാരം ജനിച്ചവൻ വാഗ്ദത്തപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ചത് നമ്മൾ കണ്ടിട്ടില്ലേ? ഉപദ്രവിക്കുന്നത് സഖി കേട്ടിട്ടല്ലേ? അവര് സാറാ പറഞ്ഞു അബ്രഹാമിനോട് വെള്ളമുണ്ടാക്കി. ഇന്നും അന്ന് നടപ്പ് പോലെ ഇന്നും നടക്കുന്നു. ജഡപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ചതുപോലെ ഇന്നും കാണുന്നു. അപ്പൊ നമ്മള് പുതിയ വിശ്വാസം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ആരെങ്കിലും ഉപദ്രവിക്കാനൊക്കെ പോകുന്നുണ്ടെങ്കിൽ, ഇപ്പോ എന്തെങ്കിലും ഇപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ശല്യപ്പെടുത്താനൊക്കെ പോകുന്നുണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞോളണം, ജഡപ്രകാരമുള്ള ഇസ്മായിലിന്റെ സ്വഭാവം ഞാൻ എടുക്കണേന്ന് ചിന്തിച്ചോണം. വാഗ്ദത്തപ്രകാരം ജനിച്ചൊരു പൈതലിനെ ഇങ്ങനെ ഉപദ്രവിക്കാൻ വ്യവസ്ഥയില്ല. അന്ന് ഉപദ്രവിച്ച പോലെ ഇന്നും കാണുന്നു. ദൈവമേ, ഇതിലെങ്ങനെ നമ്മൾ പെട്ടിട്ടുണ്ടോ? ആലോചിച്ച് നോക്കി. ഈ ഒരു അനുഭവത്തിലെങ്ങനെ നമ്മൾ കടന്നു പോയിട്ടുണ്ടോ? ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിക്കാൻ ഒരു വ്യഗ്രത ഉള്ളില് ഉണ്ടോ? സംസാരത്തിലും പ്രവൃത്തിയിലും നോട്ടത്തിലും വ്യഗ്രത. കയ്യിലിരിക്കുന്ന പുസ്തകം ന്യായം വിധിക്കും. കയ്യിലിരിക്കുന്ന പുസ്തകം, നമ്മൾ ഈ ചുമന്നുകൊണ്ടിരുന്ന പുസ്തകം ഉണ്ടല്ലോ, അത് സ്വർഗത്തിൽ നിന്ന് ലഭിച്ച പുസ്തകം. ഇതിനെ നമ്മൾ നിസ്സാരമായി കാണരുത്. ഇത് കയ്യിൽ വെച്ചുകൊണ്ട്
ഗൗരവത്തോടെ കാണണം. പഴയ വിശുദ്ധന്മാര് ഹല്ലേലൂയ യഹോവ എന്നൊരു വാക്ക് എഴുതുമ്പോൾ അത് 3 പ്രാവശ്യമെങ്കിലും കൈ കഴുകും അല്ലെ. അത്ര ഭയപ്പെട്ടിരുന്നു. ഇതെന്താ? ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. സ്തോത്രം. ഇവിടുത്തെ നിസ്സാരമായിട്ട് കൈ പിടിച്ചുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം ഞാനൊരു ആന്റിയോട് സംസാരിച്ചപ്പോ അമ്മൻ പ്രാർത്ഥനയ്ക്ക് ആരാധിക്കാനൊക്കെ എഴുതി നിൽക്കുമ്പോൾ പുസ്തകം കാലിന്റെ ചുവട്ടിൽ നിന്ന് മാറ്റി വെക്കും. കാരണം അത് കാലിന്റെ ചുവട്ടിൽ വെക്കേണ്ടതല്ല പുസ്തകം. ഒതുക്കി വെക്കാൻ ചവിട്ടാനൊന്നും പാടില്ല. അത്ര വിശുദ്ധ ഗ്രന്ഥമാണെന്ന്. ഇതൊരു പാപിയെ മാനസാന്തരപ്പെടുത്താൻ, ഒരു കൊലപാതകനെ മാനസാന്തരപ്പെടുത്താൻ, ഒരു നീചനെ മാനസാന്തരപ്പെടുത്താൻ കഴിവ് പവറുള്ള ഒരു പുസ്തകം ഇത്. ഹല്ലേലൂയ. ഇതിനെ നിസ്സാരമായി കാണരുത്. ഹല്ലേലൂയ. അന്ന് ജഡപ്രകാരമുള്ളവൻ ആത്മപ്രകാരമുള്ളവനെ ഉപദ്രവിച്ചതുപോലെ നമ്മളൊക്കെ ചിന്തിക്കും നമ്മുടെ കൂടെ നിൽക്കുന്ന എല്ലാവരും നമ്മളൊന്ന് ഉപദ്രവിക്കാം. നോ, തിരിച്ചറിയാൻ സാധിക്കും. ഹല്ലേലൂയ. ആമേൻ. മക്കളെ ഉപദ്രവിക്കുന്ന അനുഭവത്തിലേക്ക് മാതാപിതാക്കൾ മാറും. ഒരു മയവും ഒരു മടിയും ഇല്ലാതെ. ഹല്ലേലൂയ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇപ്പോഴും അഭിമാനമാണ്. ഹല്ലേലൂയ. എന്റെ പിതാവ് അമ്മ കാണിച്ച മാതൃക. ഞങ്ങൾക്ക് രണ്ടെണ്ണത്തിന് ആ ഒരു അനുഭവം ഉണ്ട്. ഞങ്ങൾക്ക് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്റെ വണ്ടി എടുക്കുന്ന കാര്യത്തിലാണെങ്കിലും എന്തെങ്കിലും കഴിക്കുന്ന കാര്യത്തിൽ, വീട്ടിലൊക്കെ കഴിക്കുന്ന കാര്യത്തിലാണ്, വീട്ടിൽ എന്തെങ്കിലും ഫലങ്ങൾ ഉണ്ടായാൽ ചോദിക്കലും പറയലൊന്നുമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാനൊരു അങ്ങനെ നേരെ അങ്ങനെ കിട്ടാറില്ല. പക്ഷെ അവൻ എന്ത് ഇതായിട്ട് കൂളായിട്ട് വരും. അതവൻ അപ്പന്റെ മക്കളെന്ന് പറഞ്ഞു. നമ്മളിപ്പോ ഒരു കപ്പങ്ങയൊക്കെ ഉണ്ടായി അതിങ്ങനെ കാത്തു കെട്ടി നിൽക്കുമ്പോൾ അത് കുത്തിക്കൊണ്ട് ദിവസം ഉണ്ടാവും. അവിടെ സന്തോഷിക്കും അല്ലെ. മാങ്ങ ഉണ്ടാകുമ്പോൾ അപ്പറേ എപ്പോഴും മാങ്ങ ഇതിനപ്പുറമാണല്ലോ. അപ്പൊ മാങ്ങ കുറെ മുമ്പ് പുറത്തേക്ക് നിൽക്കുന്നുണ്ടാവും. അപ്പൊ ഇങ്ങനെ പഴുത്ത് നോക്കി നമ്മളിങ്ങനെ പറിച്ച് അവിടെ നിന്ന് ചെത്തി തിന്നുമ്പോൾ ആള് വരും. പഴുത്തതാണ് ഒരു കൂടുതൽ. പിന്നെ ആ മാങ്ങ ഞങ്ങൾ പിന്നെ അത് അവിടെ നിന്ന് ഇനി അതാ പറയണ്ടെന്ന് തോന്നും. ചക്കയാണെങ്കിലും അങ്ങനെ ഏത് കാര്യത്തിലാണെങ്കിലും അതാ അപ്പച്ചൻ അങ്ങനെ കാണിച്ച് പഠിപ്പിച്ച് ആ ഒരു അനുഭവത്തിൽ വീതം വെച്ചപ്പോഴും സ്ഥലം വീതം വെച്ചപ്പോഴും ഒരുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ വേണ്ട, ഒരുപോലെ. 17 തിരിച്ചു തന്ന് അല്ലെ. ജഡപ്രകാരം ഉള്ളവൻ ആത്മപ്രകാരം ഉള്ളവൻ ഉപദ്രവിക്കണം എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് വീതം വെച്ചപ്പോ എന്റെ അപ്പച്ചൻ മാന്യമായിട്ട് വീതം വെച്ചു. അപ്പച്ചന് വീതം കൊടുത്തപ്പോ എങ്ങനെയാന്ന് അറിയാമോ? ഈ മെസ്സേജ് നമ്മുടെ ആൾക്കാരെ കാണും. എന്നോട് ഇനിയൊന്നും ഞാൻ നിർത്തുന്നൊക്കെ എന്നോട് പറഞ്ഞു. പക്ഷെ അപ്പൊ ഇത് പൂർത്തീകരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞിട്ട് പലരും പറയാം അങ്ങനെ ഇനി പറയല് എന്തോന്ന് നീ പറയണത് ഇതൊക്കെ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് സ്ഥലം വെക്കുക, നടക്കുക. എന്നാ അച്ഛൻ മരിച്ചു, അച്ഛനൊന്നും ഇല്ല, നടന്നു പോണ വഴി ഇവിടെ ഇവിടെ കുറ്റിയടിക്കാൻ പറഞ്ഞു. 35 സെന്റ് സ്ഥലം. അവനത് മതി, അവൻ കൈയടിക്കുമ്പോൾ എന്നാ സംസാരിച്ചു. തൊട്ടടുത്ത് അപ്പച്ചൻ്റെ അടുത്ത് ഞാൻ കൊണ്ടുവരാനും കുറച്ചുകൂടി പ്രായമുള്ളൂ. തൊട്ടടുത്ത് ഞാൻ നിൽക്കുന്നുണ്ട്. ഒറ്റ പറമ്പായിട്ട് കിടന്ന് വീതം വെച്ചതാ ഒരു സുപ്രഭാതത്തിൽ. അത് കഴിഞ്ഞ് കൊടുത്തോ അവരൊക്കെ അന്ന് ആമേൻ ഇസ്ഹാക്കിനെ ഉപദ്രവിച്ചതുപോലെ ആത്മപ്രകാരമുള്ളവനെ ഉപദ്രവിച്ചു. അവരെന്താ പറഞ്ഞാണ്? അവൻ കുറെ കൈയടിക്കുമ്പോൾ അവന് കിട്ടിക്കൊള്ളുന്നു. അവർക്കാർക്ക് ലഭിക്കാത്ത പോലെ അന്ന് 70 സെന്റ് സ്ഥലം കൃഷി ചെയ്ത് ഞങ്ങൾ കൃഷിഭൂമി പോലും തന്നില്ല. തറവാട്ടുകാർ അതൊക്കെ എടുത്തു. കൃഷിഭൂമി ഒക്കെ വീട്ടുകാരെടുത്തു, അവരെടുത്തു. ഞങ്ങൾക്ക് തന്നില്ല. പക്ഷെ ഞങ്ങൾ സ്വന്തമായിട്ട് അപ്പച്ചൻ കൃഷിഭൂമി ഒക്കെ മേടിച്ചു. ഹല്ലേലൂയ. നല്ല രീതിയിൽ കർത്താവ് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നു, മാനിച്ചു. ഹല്ലേലൂയ. അന്ന് ഉപദ്രവിച്ച പോലെ ഇന്ന് ഉപദ്രവിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കണം പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ചില ഉപദ്രവങ്ങളൊക്കെ നേരിടുമ്പോൾ, ചില പരിഹാസങ്ങൾ നേരിടുമ്പോൾ, ചില വെല്ലുവിളികൾ, ഹല്ലേലൂയ, ശുശ്രൂഷയിൽ തന്നെ ഹല്ലേലൂയ നമ്മളെ ഒരു പരിഹാസ വിഷയമാക്കി തീർക്കാൻ വേണ്ടി കൂടെ നിൽക്കുന്നവരെ പലതും പ്രവർത്തിക്കുമ്പോൾ ആമേൻ അതിന്റെ നടുവിലെല്ലാം പ്രവർത്തിക്കുന്ന വലിയവനായ ദൈവമുണ്ട്. ഹല്ലേലൂയ. ഒരിക്കലും തളർത്തി കഴിയില്ല. ഹല്ലേലൂയ. ആമേൻ. ഈ ജഡപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ഉപദ്രവിക്കുന്നതിന്റെ ഒരു ആത്മാവുണ്ടല്ലോ, അതിന്ന് പൂർവ്വശക്തിയോടെയാ തിരിച്ചറിഞ്ഞ് പൂർവ്വശക്തിയോടെ കടന്നു വരുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? ഹല്ലേലൂയ. അവനിനി അല്പകാലമേ ഒന്നുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ് മഹാക്രോധത്തോടെ, ആലോചിച്ചോക്കെ, മഹാക്രോധത്തോടെ ആമേൻ. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകളിൽ നിന്ന് അല്ലെ ഷോണെ ചില വാക്കുകളൊക്കെ കേൾക്കുമ്പോ പെട്ടെന്ന് ഇതായിപ്പോലെ. ഒരിക്കലും ചെയ്യരുത്. കാരണം എന്താണെന്നറിയോ? അവൻ ജഡപ്രകാരമുള്ളവനാണ്. ജഡപ്രകാരമുള്ളവൻ ആത്മപ്രകാരമുള്ളവൻ ഉപദ്രവിക്കും. സ്തോത്രം.
ഉപദ്രവിക്കും. മക്കളെ ശ്രദ്ധിച്ചേ, ഹല്ലേലൂയ. ആമേൻ. ജഡപ്രകാരമുള്ളവൻ ആത്മപ്രകാരം ആരാധിക്കുന്ന, കർത്താവിനെ സന്നിധി സ്തോത്രം ചെയ്യുന്ന, ബൈബിൾ വായിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ആളുകൾ എന്ത് ചെയ്യും? എന്താണ്? ഉപദ്രവിക്കും. അവൻ അതൊരു ഹരമാണ്. ആമേൻ. ഈ ഉപദ്രവം ഏൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്തോണം? വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനെന്ന് എണ്ണണം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ 28ാമത്തെ വാക്യം, ഹല്ലേലൂയ. തിരുവെഴുത്ത് എന്ന് പറയുന്നു, ദാസിയെയും മകനെയും പൂർത്താക്കി കളയുക, ദാസിയുടെ മകൻ സ്വതന്ത്രയുടെ മകനോട് കൂടെ അവകാശിയാകില്ല. അപ്പൊ മക്കളെ നിങ്ങൾ ശ്രദ്ധിച്ചേ, നമ്മുടെ ഈ ഉപദ്രവങ്ങളൊക്കെ നമ്മൾ ഏൽക്കുമ്പോണ്ടല്ലോ, നിത്യജീവൻ എന്തില്ല, ഉപദ്രവിക്കുന്നവരെന്തില്ല, അവകാശിയാകില്ല. ആ ഒരു കാര്യത്തിലുള്ള വചനത്തിൽ ഉറപ്പ് കിട്ടിയോ? ഹല്ലേലൂയ. ദാസിയുടെ മകൻ സ്വതന്ത്രയുടെ മകനോട് കൂടെ അവകാശിയായില്ല. അങ്ങനെ സഹോദരന്മാരെ, നാം ദാസിയുടെ മക്കളല്ല, സ്വതന്ത്രയുടെ മക്കളത്രേ. ദാസിയുടെ മക്കളല്ല, സ്വതന്ത്രയുടെ മക്കളത്രേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ സ്വതന്ത്രരായി തീർന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, നമ്മൾ ഇനി എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ കേൾക്കുമ്പോൾ, ഹല്ലേലൂയ, അടിമത്തത്തിൽ കുടുങ്ങി പോകേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ അതിലങ്ങ് കർത്താവിലങ്ങ് ഉറച്ചു നിന്നാണ്. വിളിച്ച ദൈവം വിശ്വസ്തൻ. ഹല്ലേലൂയ. നമ്മുടെ ജീവിത സാഹചര്യത്തിൽ, ഹല്ലേലൂയ, ആമേൻ, ബുദ്ധിമുട്ടുകൾ കടന്നു വന്നേക്കാം, ഹല്ലേലൂയ, പ്രയാസങ്ങൾ കടന്നു വന്നേക്കാം, ഹല്ലേലൂയ, ഭാരങ്ങൾ കടന്നു വന്നേക്കാം, ഹല്ലേലൂയ. ഇസ്രായേൽ മക്കള്, ഹല്ലേലൂയ, ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ അവർ കുഞ്ഞിനെ ഒന്നും കണ്ടില്ല കേട്ടോ, ഹല്ലേലൂയ, മുന്നിലൊന്നും കണ്ടില്ല. പക്ഷെ ആ സമയത്ത് ദൈവം തക്ക സമയത്ത് അവർക്ക് എല്ലാം ഒരുക്കി കൊടുത്തു. അവർ ഇറച്ചി കൊതിച്ചപ്പോൾ, ഹല്ലേലൂയ, അവരെ കയ്യിൽ പിടിക്കാതെ കാടപ്പക്ഷി പറന്ന്. അതുപോലെ തന്നെ മന്ന, ഈ മന്നയെ കുറിച്ചൊക്കെ പറഞ്ഞു കേട്ടാണല്ലോ, ഹല്ലേലൂയ, ഇതൊക്കെ തേനും കൂട്ടി തിന്നുന്ന, ആ തേനൊന്നും അവിടെ എത്തിയ, പക്ഷെ ആ തേൻ കൂട്ടി തിന്നുന്ന ഒരു സ്വാദം അവർക്ക് എന്നും കൊടുത്തുന്നോളാണ്. കുറച്ചു ദിവസത്തേക്കല്ല, എന്നും കൊടുത്തു. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. എന്തിനൊരു കുറവുണ്ടോ? ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. വെള്ളത്തിന് ദാഹിച്ചപ്പോൾ, ഹല്ലേലൂയ, പാറയോട് കൽപ്പിച്ചു. അല്ലെ, പാറ പൊട്ടി പിളർന്ന് അവിടെ എന്ത് ചെയ്തു? കുടിവെള്ളം. ഹല്ലേലൂയ. വെള്ളം വന്നു. നോക്കിയേ, ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾ നോക്കി. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഇതാണ് സ്വതന്ത്രയുടെ മകനായി ജീവിച്ചാലുള്ള ഗുണം. ജഡപ്രകാരം ഒന്ന് പോയാലുണ്ടല്ലോ, ഈ പറഞ്ഞ വാഗ്ദത്തങ്ങളൊന്നും ചിലപ്പോൾ ലഭിച്ചൊന്നും വരില്ല. ചിലപ്പോ നമുക്കിപ്പോ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ പോയേക്കാം, പക്ഷെ ചെന്ന് എത്തുന്നത് നിത്യ നരകത്തിലേക്കായിരിക്കും. ഇവിടെ ചിലപ്പോ ഇച്ചിരി ഇപ്പൊ വലിയ കുഴപ്പമില്ലാതൊക്കെ നിധിമാൻ, ഹല്ലേലൂയ, തകർന്നു പോകുന്ന ഒരു അനുഭവത്തിലേക്കൊക്കെ പോകുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. പക്ഷെ ഒന്നിനൊരു കുറവ് കൂടാതെ ആയിരിക്കും. ഹല്ലേലൂയ. മരുഭൂമികൾ നടക്കുമ്പോൾ അത്ര സുഖമുള്ള കാര്യമാണ് ഓർത്തിരിക്കുന്നത്. പക്ഷെ അവരുടെ കാലിൽ ചെരുപ്പ് തേഞ്ഞു പോലില്ല. ഇന്ന് നമ്മൾ എത്രയും ഈ ലോകമാ ഗംഭീര വാരിധിയിലൂടെ പോകുമ്പോ നമ്മൾ എന്തെല്ലാം പ്രതികൂലങ്ങൾ കടന്നു വരും, അല്ലെ? ഒരു കപ്പല് കടലിലൂടെ പോകുമ്പോൾ കാറ്റും കോളും തിരമാലയും എല്ലാം നേരിടുന്ന പോലെ ഭൂമിയിൽ നമ്മുടെ ഈ ജീവിതമാം ലോകമാം ഗംഭീര വാരിധിയിലൂടെ പോകുമ്പോ, ഹല്ലേലൂയ, അരി വാങ്ങണം, കറണ്ട് ബില്ല് അടയ്ക്കണം, ഫോൺ ബില്ല് ഇപ്പൊ ഓരോ മാസം റീചാർജ് ചെയ്തില്ലെങ്കിൽ ഫോൺ റിംഗ് ചെയ്യില്ല. നമ്മൾ ഔട്ട് ഓഫ് റേഞ്ച് ആയി പോകും. ആർക്കും ഒരു ബന്ധമില്ലാത്ത അവസ്ഥയിലേക്ക് മാറിപ്പോകും. നെറ്റും ഉണ്ടാവില്ല, ഫോൺ ഉണ്ടാവില്ല, ഒന്നുമില്ല, അല്ലെ? എന്തെല്ലാം സാഹചര്യങ്ങളെല്ലാം കടന്നു പോകണല്ലേ, അല്ലെ? ഇതിന്റെ നടുവിലൊക്കെ എന്തെങ്കിലും ഒരു കുറവ് വന്നു, ഒരു അല്പ നേരത്തേക്ക് കഷ്ടം സഹിച്ചെങ്കിലും, ആമേൻ, അതിന്റെ അപ്പുറത്തേക്ക് ദൈവം ആ കഷ്ടത്തിൽ നമ്മള് പിശാചിന്റെ കൂടെ കൂടാതെ, ആമേൻ, കർത്താവിന് മാത്രം അർപ്പിച്ചുകൊണ്ട് ഒന്നിനും കുറവുകൂടാതെ, അല്ലെ? ആരോഗ്യത്തിന്, ഹല്ലേലൂയ, വല്ല കേടൊന്നുമില്ല, എല്ലാവരും ഭക്ഷണം കഴിച്ച് ആരോഗ്യത്തോടെ ഇരിക്കുന്നത്. സ്തോത്രം. കർത്താവ് അത്ര വിശ്വസ്തനാണ്. അതിന്റെ കാരണം എന്താണെന്നറിയോ? നമ്മൾ പിശാചിന്റെ മക്കളല്ല. അങ്ങനെ സഹോദരന്മാരെ, നാം ദാസിയുടെ മക്കളല്ല. ഹല്ലേലൂയ. വചനം പറയുന്നു, സ്വതന്ത്രയുടെ മക്കളത്രേ. നാം എന്താണ്? സ്വതന്ത്രയുടെ മക്കളത്രേ. കർത്താവിന്റെ കൃപ കൂടിയിരിക്കട്ടെ. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. വിളിച്ച ദൈവത്തോട്, ഹല്ലേലൂയ, വിശ്വസ്തരായിരിക്കാം. ആമേൻ. സ്തോത്രം. ദൈവം സഹായിക്കട്ടെ. കേൾപ്പിച്ച വചനത്തെ കർത്താവിന്റെ കാര്യങ്ങളിൽ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് ഇപ്പോഴേ എൽദോസ് പ്രാർത്ഥിച്ചാൽ. കർത്താവേ, സ്തോത്രം.